നമ്മുടെ സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള പിങ്ക് പാലട പായസം നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.25 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് പാൽ ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. ഇനി നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 100 ഗ്രാം അടയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അരമണിക്കൂർ അടച്ച് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അടയൊന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറക്കുന്നുണ്ട്. അപ്പോൾ നല്ല പിങ്ക് കളറിൽ നമ്മുടെ പാല് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ല, അതുപോലെ നമുക്ക് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യോ 1 സ്പൂൺ ബട്ടറോ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലട പായസം റെഡിയാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.